യൂട്യൂബ് ചാനൽ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മിക്കവരുടെയും വീട്ടിൽ കാണും കടലമാവ്, അതുപോലെ തൈര്, പിന്നെ മഞ്ഞൾപ്പൊടി. അത് ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ഇടണമെന്നുള്ളത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചിലവർക്ക് മഞ്ഞൾ പിടിക്കുമെന്ന് അറിയത്തില്ല. സ്കിന്നിന് ചിലപ്പം വല്ല ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാം ചിലവർക്ക്. അപ്പം നല്ല മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഏത് മഞ്ഞളാണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ ഒഴികെ ഒന്നുകിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ശുദ്ധമായിട്ടുള്ള മഞ്ഞളായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയുള്ള നമ്മൾ കസ്തൂരി മഞ്ഞൾ ആയിരിക്കണം ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾ എടുത്തിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ തന്നെ 2 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഈ കടലമാവ് 2 സ്പൂൺ കടലമാവ് ഈ തൈരിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ആഡ് ചെയ്യുക. കണ്ടോ, തൈരിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ ഓപ്ഷനിലാണ് മഞ്ഞളെന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മഞ്ഞൾ പൊടി ഇടുക. ഞാൻ മഞ്ഞൾ ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. ഈ 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ഇല്ല, കൈകൊണ്ട് മിക്സ് ചെയ്യുന്നവരാണെങ്കിൽ കൈകൊണ്ടാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിൽ ഓയിലി സ്കിന്നല്ല ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഒരു 3-4 തുള്ളി, അതായത് ഒരു 1/2 സ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അവർക്കൊന്നുകൂടെ മുഖം ഒരു ഹൈഡ്രേറ്റ് ആകാനായിട്ട് സഹായിക്കും. അവരുടെ ഡ്രൈ സ്കിന്നുകാർക്ക്. ഓയിലി സ്കിന്നുകാർ ഒന്നും ചെയ്യേണ്ട, ഇത്രയും 3ഉം ചേർത്താൽ മതി. പിന്നെ ഈ മഞ്ഞളെന്ന് പറയുന്നത് ഞാൻ വെറും ഒരു ഓപ്ഷണലാണ്. വേണ്ടവർക്കിടാം, അല്ലാത്തവർക്ക് ഇടണ്ട. അപ്പം മഞ്ഞൾ വല്ല അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടണ്ട. അല്ലാത്ത സാധാരണ അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, മഞ്ഞൾ ആഡ് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം കഴിയുമ്പോൾ ഇത് നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യണം. 2 ഒരേപോലെ അപ്ലൈ ചെയ്യണം. അപ്പം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്യുമ്പോഴത്തേക്കും നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകൂടെ നമ്മുടെ സ്കിന്നൊന്ന് നല്ല ഒരു ഈവൻ ടോണായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മൾ തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകാൻ നോക്കുക. ഇല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങൾക്കായിട്ട് വിട്ടു തന്നിരിക്കുക. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് ഒരുപാട് നമ്മുടെ മുഖത്ത് വെക്കണ്ട. അതായത് കടലമാവെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ അതൊരു 15 മിനിറ്റിൽ കൂടുതൽ നമുക്കത് വെക്കണ്ട കേട്ടോ. അപ്പം ഇത് നല്ലൊരു റെമഡിയാണ്. അപ്പം ഞാനത് കാണിക്കാമേ. ഇതാ ഞാൻ മൊത്തം മുഴുവൻ ഞാനിത് മുഖത്തും കഴുത്തിലുമായിട്ട് ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം
എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവില്ല. കറക്റ്റായിട്ട് തന്നെ എൻ്റെ പ്രോപ്പറായിട്ട് തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ചാനലിലോട്ട് വരും. അതിനാണ് പറയുന്നത്, ആരും മിസ് ചെയ്യരുത്. അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഇനി അടുത്ത ദിവസം കാണാം.